എൻ്റെ മക്കളെ മാറ്റാൻ ഞാൻ എന്താ ചെയ്യണ്ടേ, എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം മാറ്റാൻ ഞാൻ എന്താ ചെയ്യണ്ടേ, ഇങ്ങനെ ഒരുപാട് പേരായി എൻ്റെ അടുത്ത് ചോദിക്കുന്നു. ഇന്ന് നിങ്ങൾക്കുള്ള ഒരു കുറുക്ക് വഴിയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും ചാർജ് ചെയ്യാനതായിരിക്കുന്ന ശക്തി ഒരു വീട്ടിലെ അമ്മയ്ക്ക് തീർച്ചയായും ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രായക്കാരായിരിക്കുന്ന ആളുകളോടൊക്കെ ചോദിച്ചു നോക്കിയോളൂ, അവരുടെ അമ്മയുടെ കയ്യിൻ്റെ രുചി അവരിന്നും മറന്നിട്ടുണ്ടായിരിക്കില്ല. അത്രയും ടേസ്റ്റായിട്ട് ഞാൻ ഓർമ്മിക്കും. കയ്പ്പയ്ക്ക വറുത്തിട്ട് കയ്പ്പയ്ക്കയും തക്കാളിയും കൂടി മാങ്ങ ചേർത്ത് അമ്മ ഒരു കറി ഉണ്ടാക്കും. പറയുമ്പോൾ വായിൽ നാവിൽ വെള്ളം വന്ന് പോയിക്കണം. ഇത്രയും ടേസ്റ്റ് പിന്നെ ഒരിക്കലും അതിനെ ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അമ്മയുടെ കയ്യിൻ്റെ രുചി, അമ്മ തരുന്നതായിരിക്കുന്ന ആഹാരത്തിൻ്റെ സ്വാദ്, അത് ഒരുപാട് പേർക്ക് ഓർമ്മയുണ്ടായിരിക്കും. എന്നാൽ കാലം മാറി ജീവിതം മാറ്റങ്ങൾക്ക് വഴിവന്നു. ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നവരായി മാറി, തിരക്കായി പോയി. സമ്പാദിക്കാൻ പുറത്തു പോകുന്നതായിരിക്കുന്ന അമ്മമാർക്ക് അകത്ത് ആഹാരം ഉണ്ടാക്കാൻ സമയമില്ല. പൈസ കൊടുത്താൽ ഒരു കുക്കിന് കിട്ടും, അവർ ആഹാരം ഉണ്ടാക്കും. നല്ല ആഹാരമല്ലേ ആവശ്യമുള്ളൂ. തീർച്ചയായിട്ടും നല്ല ആഹാരം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരിക്കും. പക്ഷേ ആഹാരത്തിൽ കലർത്തിയിരുന്ന ഒരു മാജിക് ഉണ്ടായിരുന്നു, അമ്മയുടെ സ്നേഹം, അമ്മയുടെ കൈപുണ്യം. അത് രണ്ടും ആ ആഹാരത്തിൽ നഷ്ടമായി പോകും. അതുകൊണ്ട് ഏത് വീട്ടിലാണോ അമ്മമാർ ആഹാരം ഉണ്ടാക്കി മക്കളെ കഴിപ്പിക്കുന്നത്, സ്നേഹത്തോടെ അണ്ടർലൈൻ ചെയ്യുകയാണ് ഞാൻ. ജോലിക്ക് പോകുന്ന പല വീടുകളെ സംബന്ധിച്ചിടത്തോളം രാവിലെ നേരത്തെ കിച്ചണിൽ ഹറിബറി ആയിരിക്കും, ഒരു യുദ്ധക്കളായിരിക്കും. എങ്ങനെയെങ്കിലും എല്ലാവർക്കും ആഹാരം ഉണ്ടാക്കുക, പാത്രങ്ങളിലാക്കുക. അയ്യോ എനിക്ക് വൈകിപ്പോയി, നിങ്ങൾ വേഗം വാ, വരുന്നു, ജഗപുക എന്ന് പറയാം നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ. ഓട്ടായി വൈകുന്നേരം വരുമ്പോൾ ക്ഷീണിച്ച് ടയേർഡായിരിക്കുന്ന അവസ്ഥയിൽ, എന്നാലും ഇതൊക്കെ എനിക്ക് ചെയ്തല്ലേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ കിടക്കുന്നു. അവിടെയും ആഹാരം ഉണ്ടാക്കുമ്പോൾ സന്തോഷത്തിൻ്റെ എനർജിയുടെ വൈബ്രേഷൻസ് ഇല്ലാതെയാണ്. എല്ലാവരും ഇല്ലാണ്ടുണ്ടാക്കുന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, അക്കാര്യം മനസ്സിലാക്കി വയ്ക്കണം. എന്നാലും ഒരു 90% ആളുകളുടെ കഥയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു, അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഏറ്റവും വേണ്ടപ്പെട്ടതായിരിക്കുന്ന മസാല മിസ്സായി പോകുന്നു. ആ മസാലയാണ് നിങ്ങളുടെ വീട്ടിലെല്ലാവരെയും എനർജൈസ് ചെയ്യുന്നതായിരിക്കുന്ന ഊർജം. അതുകൊണ്ട് വീടുകളിൽ 90% വീട്ടിലും അമ്മമാർ ആഹാരം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ആഹാരം ഉണ്ടാക്കുന്നതിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെ മനസ്സിൻ്റെ സന്തോഷവും, എല്ലാവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യവും, എല്ലാവരും പോയി ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ടാവുന്ന സക്സസ്സും എല്ലാം വീട്ടിലിരിക്കുന്ന അമ്മയുടെ കയ്യിലുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യത്തെ മനസ്സിലാക്കി എൻ്റെ കുടുംബത്തെ ഞാൻ എനർജൈസ് ചെയ്യുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് ആഹാരം ഉണ്ടാക്കുന്നെങ്കിൽ നിങ്ങളുണ്ടാക്കുന്ന ആഹാരം ഡബിൾ ട്രിപ്പിൾ മടങ്ങ് പോഷക ഗുണമുള്ള പോലെ പ്രവർത്തിക്കുകയും എല്ലാവർക്കും സന്തോഷം തരുകയും ചെയ്യും. പലപ്പോഴും വീടുകളിൽ അടുക്കളയിൽ കയറുമ്പോൾ ബോറടി ഇല്ലാതാക്കാൻ വേണ്ടി എന്തൊക്കെയോ തമാശകൾ, കോമഡി ആവാം അല്ലെങ്കിൽ സീരിയലാവാം, ഇങ്ങനെയുള്ള സാധനം വെച്ച് അത് കണ്ടിട്ട് ആഹാരം ഉണ്ടാക്കും. അതും പോസിറ്റീവായിട്ടുള്ള എനർജീനെ ക്രിയേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ബോറടി തോന്നുന്നുണ്ടെങ്കിൽ നല്ല ഭക്തിയുള്ള പാട്ടുകൾ, ഈശ്വരൻ്റെ ഓർമ്മയുണ്ടാക്കുന്ന, സ്നേഹം ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള നല്ല പാട്ടുകൾ കേട്ടുകൊണ്ട് ആഹാരം ഉണ്ടാക്കിക്കോളൂ. അഥവാ ഭഗവാനെ ഓർമ്മിച്ചുകൊണ്ട് ആഹാരം ഉണ്ടാക്കി അത് ഈശ്വരന് നിവേദിച്ച് ആ ആഹാരമാണ് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നെങ്കിൽ അവരുടെ മനസ്സിന് ശാന്തിയും ഭയമില്ലായ്മയും ശക്തിയും ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആരോഗ്യമുള്ളതായിരിക്കുന്ന ഊർജം നിറഞ്ഞ ആഹാരം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ആഹാരം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്. നിങ്ങളുടെ കുടുംബത്തെ എനർജൈസ് ചെയ്യാനുള്ളതായിട്ട് ടെക്നിക്കാണ്. ഒരിക്കലും എന്തു തന്നെയാണെങ്കിലും ഞാൻ ഓർമ്മിക്കും, റാണാ പ്രതാപിൻ്റെ ബുക്ക് വായിക്കുന്ന സമയത്ത് അമ്മ മഹാറാണിയുടെ കൈപുണ്യത്തെക്കുറിച്ച് എല്ലായിടത്തും പറയുന്നുണ്ട്. അത് മരുമകൾ വീണ്ടും ആഹാരം ഉണ്ടാക്കുമ്പോൾ ഇതാ അമ്മ മഹാറാണി ഉണ്ടാക്കിയ അതേപോലെ റാണിമാർ ഉണ്ടാക്കിയ ആഹാരം പോലെ തന്നെ എന്ന് രാജാവ് പറയുകയാണ്. റാണിമാർ പോലും അക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു, അവരുടെ കയ്യിൻ്റെ ടേസ്റ്റ് കൊണ്ട് ബെസ്റ്റായിട്ട് കുക്ക് ചെയ്ത ആഹാരം കുടുംബക്കാർക്ക് കൊടുക്കാൻ വേണ്ടി. അതുകൊണ്ട് നമ്മുടെ കൈകൊണ്ട് സ്നേഹത്തോടെ ഈശ്വരൻ്റെ ഓർമ്മയിലുണ്ടാക്കിയ ആഹാരവും വെള്ളവും നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ വീടിനെ എനർജൈസ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ഇതൊരു എനർജി ഡ്രിങ്കാണ്. ഒരിക്കലും നിങ്ങളുടെ ഫാമിലിക്ക് ഈ ഒരു എനർജി ഡ്രിങ്കിനെ മിസ്സാക്കരുത്. അതുകൊണ്ട് സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ഈശ്വരൻ്റെ സ്മൃതിയോടെ ഊർജം നിറച്ച് ഫുഡ് കൊടുത്താൽ തന്നെ മറ്റുള്ളവരുടെ മനസ്സിന് സന്തോഷവും ശക്തിയും പകർന്നു കൊടുക്കാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.